പ്രിയപ്പെട്ട സുഹൃത്ത്, നമ്മുടെ സ്കൂളുകളിൽ ഇന്ന് ജപ്പാൻ ജ്വരത്തിന് എതിരെ വാക്സിനേഷൻ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വാക്സിനേഷനിൽ എടുക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരു സംശയം ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നാലേ നിങ്ങളോട് പറയാനുള്ള കാര്യം ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പം തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിൽ ഈ ജപ്പാൻ ജ്വരം ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ നമ്മളെ കുട്ടികളെ ജപ്പാൻ ജ്വരം വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒന്ന് വാക്സിനേഷൻ എടുത്തു കൊടുക്കുന്നത്. എൻ്റെ ഈ സുഹൃത്ത് മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന ഒരുപാട് പേര് ഈ ആശങ്ക ചെയ്തിട്ടുണ്ട്. ഈ വാക്സിൻ സുരക്ഷിതമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ എന്നതൊക്കെ. ഒരു ഡോക്ടർ എന്ന നിലയിൽ പല ആൾക്കാർക്കുള്ള ഈ ആശങ്കകൾ മാറ്റിക്കൊടുക്കൽ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് എന്നുള്ളത് കൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ. എന്താണ് ഈ ജപ്പാൻ ജ്വരം? അതൊരു വൈറൽ രോഗമാണ്. ക്യൂലെക്സ് ഇനത്തിൽപ്പെട്ട കൊതുകുകൾ വഴിയാണ് ഇത് പകരുന്നത്. പന്നികളിലും പക്ഷികളിലും ഈ വൈറൽ രോഗം ഒരു നേച്ചുറൽ റിസർവോയറാണ്. പന്നികളിലും പക്ഷികളും അത് രോഗം ഉണ്ടാക്കില്ല, അവ സുരക്ഷിതമായിട്ട് അതിൽ വസിക്കും. അപ്പോൾ ഇത് മനുഷ്യനിൽ നിന്ന് മനുഷ്യരിലേക്ക് നേരിട്ട് പകരുമെന്ന് വെച്ചാൽ ഒരിക്കലും പകരൂല. അപ്പോൾ ഇതിനിടയിൽ ഈ ക്യൂലെക്സ് പോലത്തെ കൊതുകുകൾ ആവശ്യമാണ്. ഈ ജപ്പാൻ ജ്വരം വന്ന എല്ലാവർക്കും ഗുരുതര അവസ്ഥ ഉണ്ടാവണമെന്നില്ല. പക്ഷേ ചില ആൾക്കാരിൽ എന്താവും, ഇത് തലച്ചോറിനെ ബാധിക്കുന്ന എൻസെഫലൈറ്റിസ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്താണ് ഈ എൻസെഫലൈറ്റിസ് വരുന്ന സമയത്ത് ശക്തമായിട്ടുള്ള പനി വരിക, തലവേദന വരിക, വല്ലാത്ത ഛർദി വരിക, ബോധക്ഷയം ഉണ്ടാവുക, പിന്നെ ചിലർക്ക് അപസ്മാരം വരിക, ചിലപ്പം എന്താവും മരണം വരെ സംഭവിക്കുന്ന ഒരു സാഹചര്യം ഈ എൻസെഫലൈറ്റിസ് ആയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ് ജപ്പാൻ ജ്വരത്തിന് ഇത്രയും പ്രാധാന്യത്തോടെ ഇത്രയും പൈസ മുടക്കി ഗവൺമെൻറ് വാക്സിനേഷൻ കൊടുക്കുന്നത്? കാരണം ഈ ജപ്പാൻ ജ്വരത്തിന് സ്പെസിഫിക് ആയിട്ടൊരു ചികിത്സ അല്ല എന്നുള്ളതാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമല്ലോ. അതുകൊണ്ട് WHO-യും കേരള ഗവൺമെൻറ്റും കേരള ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും നമ്മൾ ഭാരത സർക്കാരും ഒക്കെ ജപ്പാൻ ജ്വരത്തിന് നമ്മുടെ കുട്ടികളെയൊക്കെ ഇത് വരുന്നത് തടയാനും ഇതുകൊണ്ടുള്ള അപകടം തടയാനും വേണ്ടി വാക്സിനേഷൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വാക്സിൻ എടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അപകടങ്ങളൊന്നുമില്ല എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ചെറിയൊരു പനി, ഇഞ്ചക്ഷൻ എടുത്തെടുത്തൊരു വേദന, 1-2 ദിവസം ചെറിയൊരു അസ്വസ്ഥതയൊക്കെ ചില കുട്ടികളിൽ കാണുമെന്നല്ലാതെ അത് ഭൂരിഭാഗം കുട്ടികളും അതും കാണില്ല കേട്ടോ. അപ്പം ഈ വാക്സിൻ എടുത്തുകൊണ്ട് ഇൻഫെർട്ടിലിറ്റി അല്ലെങ്കിൽ ഞരമ്പുകൾക്ക് ഡാമേജ് അല്ലെങ്കിൽ ലോങ് ടേം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതിനെക്കുറിച്ചൊന്നും ഒരു ആശങ്ക വേണ്ട. ചെറിയൊരു പനിയും ചെറിയൊരു വേദനയൊക്കെ ഉണ്ടായി അത്രയേ ഉള്ളൂ കേട്ടോ. എന്നാൽ ജപ്പാൻ ജ്വരം ഒരു ചെറിയ രോഗമല്ല, പക്ഷേ വാക്സിൻ സുരക്ഷിതമാണ്. ഭയം വേണ്ട. നമുക്ക് ബോധവൽക്കരണവും ആശങ്കയും സൂക്ഷ്മതയാണ് വേണ്ടത്.